സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവ് ഇമോഷൻ്റെ ശക്തി എന്നുള്ളതിനെക്കുറിച്ചാണ്. നെപ്പോളിയൻ ഹിൽ തൻ്റെ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പോസിറ്റീവ് ഇമോഷൻ്റെ ശക്തിയെക്കുറിച്ചും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇമോഷനെക്കുറിച്ചും പറയുന്നുണ്ട്. അവ ഏതൊക്കെയും നമുക്ക് നോക്കാം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ആഗ്രഹം, വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 2, വിശ്വാസം, സ്നേഹം, ലൈംഗികത, ഉത്സാഹം, പ്രത്യാശ, പ്രണയം, ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇമോഷനുകൾ. ഇതൊക്കെ ശരിയായ രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് ഒരാൾ തൻ്റെ ജീവിത വിജയത്തിനായി ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് വിജയം ആകർഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് ഈ പുസ്തകം പറയുന്നത്. പണം നാണം കുണുങ്ങിയും ഒഴിഞ്ഞു മാറുന്നതുമാണ്. ഒരു ദൃഢനിശ്ചയമുള്ള കാമുകൻ താൻ തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ പിന്തുടരുമ്പോൾ അവളെ പാട്ടിലാക്കാൻ ഉപയോഗിക്കുന്ന രീതികളിൽ നിന്ന് അധികമൊന്നും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ അതിനെ ആകർഷിച്ചെടുപ്പിക്കണം. പണത്തെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ശക്തി ഒരു കന്യകയെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നതിൽ നിന്ന് വലുതായൊന്നും വ്യത്യസ്തമല്ലെന്നത് യാദൃച്ഛികമായി തോന്നിയേക്കാം. ആ ശക്തി പണത്തെ വിജയകരമായി പിന്തുടരുന്നതിനായി ഉപയോഗിക്കുമ്പോൾ വിശ്വാസവുമായി കൂട്ടിച്ചേർക്കപ്പെടണം. അതിനെ അഭിലാഷവുമായി മിശ്രണം ചെയ്യണം. അതിനെ സ്ഥിരപരിശ്രമവുമായി മിശ്രണം ചെയ്യണം. ഒരു പ്ലാനിലൂടെ അത് പ്രയോഗിക്കപ്പെടണം. ആ പ്ലാനിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും വേണം. വമ്പിച്ച പണം എന്നറിയപ്പെടുന്ന രീതിയിൽ പണം വലിയ അളവുകളിൽ വരുമ്പോൾ സമാഹരിക്കുന്നവൻ്റെ അടുത്തേക്ക് അത് ഒഴുകുന്നു. ഒരു മലയിൽ നിന്ന് വെള്ളം താഴേക്കൊഴുകുന്നത് പോലെയാണത്. അവിടെ ശക്തിയുടെ ഒരു കാണപ്പെടാത്ത വലിയ ധാര നിലനിൽക്കുന്നു. അതിനെ നമുക്കൊരു നദിയോട് ഉപമിക്കാം. അതിൻ്റെ ഒരു വശം ഒരു ദിശയിൽ ഒഴുകുന്നു. ആ ധാരയുടെ ആ വശത്തുള്ളവരായ എല്ലാവരെയും മുമ്പോട്ടും മുകളിലേക്കും സമ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റേ വശം എതിർദിശയിൽ ഒഴുകുന്നു. അതിനകത്ത് പെട്ടുപോകുന്ന സകല നിർഭാഗ്യവാന്മാരെയും, സ്വയം അതിൽ നിന്ന് കുതിറിച്ചാടി രക്ഷപ്പെടാൻ കഴിയാത്തവരെ അത് താഴേക്ക് ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും വഹിച്ചു കൊണ്ടുപോകുന്നു. വമ്പിച്ച സമ്പത്ത് സംഭരിച്ചു കൂട്ടിയവരായ എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ ഈ ധാരയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ചിന്താ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. ഒരാളെ സമ്പത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന ധാരയുടെ വശത്തെ പോസിറ്റീവായ ചിന്തകൾ രൂപപ്പെടുത്തുന്നു. ഒരാളെ ദാരിദ്ര്യത്തിലേക്ക് വഹിക്കുന്ന ആ വശത്തെ നിഷേധാത്മക ചിന്തകൾ രൂപപ്പെടുത്തുന്നു. സമ്പത്ത് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ പിന്തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് കൊണ്ടുവരിക അത്യുജ്വലമായ തരത്തിൽ പ്രാധാന്യമുള്ള ഒരു ചിന്തയെയാണ്. ശക്തിയുടെ ധാരയുടെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന വശത്താണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കൊരു തുഴയായി ഉപയോഗപ്പെടും. അതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്തി നിർത്താം. എന്നിട്ടതുപയോഗിച്ച് തുഴഞ്ഞ് മറുവശത്തെത്താം. ഉപയോഗവും നടപ്പാക്കലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. വെറും വായനയും വെറുതെ അതിന്മേലൊരു വിധിയെഴുത്ത് നടത്തലും ആ വിധിയെഴുത്ത് ഏതു മട്ടിലായാലും നിങ്ങൾക്കൊരിക്കലും ഉപകരിക്കില്ല. ദാരിദ്ര്യവും സമ്പത്തും മിക്കപ്പോഴും സ്ഥാനം മാറുന്നു. ദാരിദ്ര്യത്തിൻ്റെ സ്ഥാനം സമ്പത്ത് കൈക്കലാക്കുമ്പോൾ ആ മാറ്റത്തെ പ്രധാനമായും കൊണ്ടുവരുന്നത് നന്നായി രൂപപ്പെടുത്തിയതും ശ്രദ്ധാപൂർവ്വം നടപ്പിലാക്കിയതുമായ പ്ലാനുകളിലൂടെയാണ്. ദാരിദ്ര്യത്തിന് പ്രത്യേകിച്ചൊരു പ്ലാൻ ആവശ്യമില്ല. അതിനെ സഹായിക്കാൻ ആരും ആവശ്യമില്ല. കാരണം അത് മുഷ്കനും ഹൃദയശൂന്യനുമാണ്. സമ്പത്തുകൾ നാണം കുണുങ്ങികളും പകച്ചു നിൽക്കുന്നവരുമാണ്. അവരെ ആകർഷിക്കണം, എന്നാലേ അവർ വരുള്ളൂ. അപ്പോൾ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം, അതുപോലെ തന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്ലാനുകളും പദ്ധതികളും നടപ്പാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം, സ്നേഹം, പ്രത്യാശ, സ്ഥിരോത്സാഹം, സ്ഥിരപരിശ്രമം, ഇങ്ങനത്തേതായിരിക്കുന്ന പോസിറ്റീവ് ഇമോഷൻസുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ മിക്സ് ചെയ്തുകൊണ്ട് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിച്ചുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം.